ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്ന രണ്ട് കുട്ടികളെ പരിചയപ്പെടാം. ഗെയിം കളിക്കാനോ പ്രോജക്റ്റുകൾ ചെയ്യാനോ മാത്രം കമ്പ്യൂട്ടറിനെ ആശ്രയിക്കുന്ന കുട്ടികളെ പോലെയല്ല കോതമംഗലംകാരായ PG അക്ഷയ് കുമാറും PG കാർത്തിക്കും. സ്കൂൾ വിദ്യാർത്ഥികളായ ഇവർ മിടുക്ക് കാണിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ളവർക്ക് ഓൺലൈൻ ട്യൂഷൻ എടുത്താണ്. പലരും ഇവരുടെ ഇരട്ടി പ്രായമുള്ളവർ. കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ്സുകാരനാണ് കാർത്തിക്. അക്ഷയ് കോതമംഗലം ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇരുവരും ബന്ധുക്കളാണ്. നമ്മൾ ആദ്യമേ ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ എന്തൊക്കെ കണ്ടന്റ് വേണം അതൊക്കെ ചെയ്ത് സ്ലൈഡ്സ് ഉണ്ടാക്കും. എന്നിട്ട് അത് വിസൈക്യൂലാണ് ക്ലാസ് എടുക്കുന്നത്. അവിടെ ഇത് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ക്ലാസ് ടൈം കൊടുത്ത് ക്ലാസ് ഷെഡ്യൂൾ ചെയ്യും. ആദ്യമേ ക്ലാസ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞങ്ങൾ ക്ലാസ്സിലേക്ക് കയറും. അപ്പോൾ ആ സ്ക്രീനിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും, ടീച്ചറുടെ കയ്യിലായിരിക്കും. എന്നിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത കണ്ടന്റ് എൻ്റെ അകത്തേക്ക് എടുത്തിട്ട് ഇവിടുന്ന് ക്ലാസ് തുടങ്ങും. കൂടെ വർത്തമാനം പറയുന്നത് ഒരു ടീച്ചറായിട്ടല്ല, ചുമ്മാ ഒരു ഫ്രണ്ട്ലി ടോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടെ ഞങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് പോളിഷ് ചെയ്തെടുക്കും, അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളാണ് ഓൺലൈനായി ഇവർ എടുക്കുന്നത്. ഓൺലൈനിൽ എത്തുന്ന ആളോട് പരസ്പരം സംസാരിച്ച് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം മെച്ചപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ലോകമെങ്ങുമുള്ള നിരവധി പേരാണ് ഇവരുടെ വിദ്യാർത്ഥികൾ. ടിവിക്കും കമ്പ്യൂട്ടറിന് മുന്നിൽ തളച്ചിടുന്ന സമയത്തിന്റെ ഒരു ഭാഗം ഓൺലൈൻ ട്യൂഷന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും അതുമൂലം പ്രയോജനം കിട്ടുന്നു. ഇങ്ങനെ ക്ലാസ് എടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് അവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും അവരുടെ എക്സ്പീരിയൻസ് നമുക്കും ഷെയർ ചെയ്യാനും പറ്റും. ഇതൊരു ഏൺ പ്രോസസ് കൂടിയാണ്. ഇതിൽ ടൈം ലിമിറ്റ് സാറ് പറഞ്ഞ രീതി അനുസരിച്ച് 90 മണിക്കൂർ ഒരാൾക്ക് വേണ്ടി 90 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു. 90 മണിക്കൂർ വെച്ചാൽ ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് 90 ദിവസം. അപ്പോൾ ആദ്യത്തെ 30 ദിവസം ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലുള്ള പിള്ളേരുടെ കയ്യിലായിരിക്കും. അവർ ഫ്രണ്ട്ലി ടോക്ക് വഴി അവരുടെ ഇംഗ്ലീഷോ ഏത് സബ്ജക്റ്റോ ആവട്ടെ അതൊന്ന് ചെറുതായിട്ട് പോളിഷ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ ടീച്ചേഴ്സിന് 30 ഡേയ്സ് കൊടുക്കും. അവർ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ഗ്രാമറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ആൻഡ് ലാസ്റ്റത്തെ 30 ഡേയ്സ് സെബാസ്റ്റ്യൻ സാറും അങ്ങനത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള വേർഡ് ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കും എടുക്കും. അക്ഷയിന്റെയും കാർത്തിക്കിന്റെയും അമ്മമാരായ ജയന്തിയും ദേവിയും കുറെ കാലമായി ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഇത് കണ്ടാണ് ഇവർക്കും താല്പര്യം തോന്നിയത്. പഠിത്തത്തെ ബാധിക്കുന്നില്ല, കാരണം ഞങ്ങൾ ലെഷർ ടൈമാണ് ഉപയോഗിക്കുന്നത്. രാവിലെ 1 മണിക്കൂർ 6 മണി മുതൽ 7 മണി വരെയാണ് സാധാരണ എന്നെ അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം. ഞങ്ങൾ ആ സമയത്ത് മാത്രമേ എൻ്റെ അകത്തിരിക്കുന്നുള്ളൂ, ആ സമയത്ത് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പഠനത്തെ ഇത് ബാധിക്കില്ല. പിന്നെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ഈ ഫ്രണ്ട്ലി ടോക്കിംഗ് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അവരുടെ ഇത്ര ഏജ് ഞങ്ങളെക്കാട്ടിയും ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവരായിരിക്കും ഞങ്ങളിങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പകർന്നു തരുമ്പോൾ ഞങ്ങൾക്കും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്കിത് ഔട്ട്ഡോർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇൻഡോറും ചെയ്യുന്നത്. കാരണം ഔട്ട്ഡോർ ഒരു എന്റർടൈൻമെന്റ് പോലെ തന്നെയാണ് സ്പോർട്സ് കളികളും, അതുപോലെ തന്നെ ഇൻഡോർ ഈ ചാറ്റിങ്ങും ഒരു എന്റർടൈൻമെന്റ് പോലെ തന്നെയാണ്. തോപ്പുംപടി അക്ഷയ ഇ ലേണിംഗ് സെന്ററിലെ അധ്യാപകനായ സെബാസ്റ്റ്യൻ പനക്കലാണ് ഇവരുടെ അധ്യാപകൻ. ഈ തലമുറയിലെ കുട്ടികളാണ് ടീച്ചേഴ്സിനേക്കാളും പെട്ടെന്ന് ടെക്നോളജി എടുത്തു വരുന്നത്. ഇവരെ ഡിജിറ്റൽ നേറ്റീവ്സ് എന്നും അച്ഛനമ്മമാരെ ഡിജിറ്റൽ ഇമിഗ്രൻസും എന്നാണ് വിളിക്കുന്നത്. അച്ഛനമ്മമാരെന്നും TV ചാനൽ മാറ്റണമെങ്കിൽ എഴുന്നേറ്റ് പോയി മാറിയവരാണ്. ഇവർ റിമോട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് ജനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്പീഡ് ടീച്ചർമാർക്ക് പോലും ഇല്ല. പക്ഷെ ഇത് ആർക്കും പഠിപ്പിക്കാനോ ഓൺലൈനിൽ പഠിപ്പിക്കാനുള്ള ടൂൾസ് മാത്രം ഉണ്ടെന്നാണെങ്കിൽ ഓൺലൈനിൽ ഏത് ടീച്ചർക്കും ഏത് വീട്ടമ്മയ്ക്കാണെങ്കിൽ പോലും പഠിപ്പിക്കാം. കാരണം ഒരു അമ്മയേക്കാൾ വലിയ ടീച്ചറും ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യം ലോകത്തിൽ എത്തിക്കുക എന്നുള്ള ശ്രമത്തിലാണ് ഞാൻ ഈ കുട്ടികളെ എടുത്തുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ സത്യത്തിൽ കുട്ടികൾ അമ്മമാരെക്കാൾ വിജയിച്ചു നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അക്ഷയും കാർത്തിക്കും ഉൾപ്പെടെ 100 കണക്കിന് പേർക്ക് സെബാസ്റ്റ്യൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കേണ്ട വിധം വിവരിച്ചു നൽകുന്നു. ഓൺലൈൻ ട്യൂഷന്റെ സാധ്യതകൾ നമ്മുടെ സമൂഹം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. ടീച്ചർ ഓൺലൈൻ എന്നും ഓൺലൈൻ ടീച്ചർ എന്നും 2 വ്യത്യാസത്തിൽ കാണാം. എനി ടീച്ചർ ക്യാൻ ബി ആൻ ഓൺലൈൻ ടീച്ചർ ഇഫ് ഷീ ലേൺസ് ദ ടെക്നോളജി. അതിന് 1 മാസത്തിൽ താഴെ മതി സത്യത്തിൽ. പക്ഷേ ഇനി ഓൺലൈൻ ടീച്ചിങ്ങിന്റെ എല്ലാ വൈവിധ്യത്തോടും കൂടി വെബ് 2.0യുടെ എല്ലാ സൗകര്യങ്ങളും എടുത്തുകൊണ്ട് ക്ലാസ് എടുക്കാനാണെങ്കിൽ 2-3 മാസം സ്വയം ചെയ്യണം. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാലും ആരും കാർ കൊടുക്കില്ല, 1-2 മാസം ഓടിക്കണ്ടേ. ഒരു 3 മാസത്തെ ഡ്യൂറേഷനിൽ ഏത് ടീച്ചർ വന്നാലും അവരൊരു പ്രൊഫഷണൽ ഓൺലൈൻ ടീച്ചർ ആക്കാമെന്നുള്ളതാണ് എൻ്റെ ധൈര്യം. അത് കാണിച്ചു കൊടുക്കാനാണ് ഈ കുട്ടികളെ പോലും ഞാൻ ചെയ്യിക്കുന്നത്. സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാവുന്നതും കുട്ടികൾക്ക് ഒഴിവു സമയം ഉപകാരപ്പെടുത്താവുന്നതുമാണ് ഓൺലൈൻ ട്യൂഷനിലൂടെ.
പുതുതലമുറയുടെ ലോകം കമ്പ്യൂട്ടറിലേക്ക് ചുരുങ്ങുമ്പോൾ അതെങ്ങനെ സമൃദ്ധമായി ഉപയോഗപ്പെടുത്താം എന്നതിന് അക്ഷയും കാർത്തിക്കും മാതൃകയാവുന്നു. കൊച്ചിയിൽ നിന്നും ഫിറോസ് ഖാനും സജിത്തിനുമൊപ്പം അഞ്ജു രഞ്ജിത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്. സിറ്റി ടൈമിൽ ഒരു ബ്രേക്ക് കൂടി.